നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ഈ ദശകത്തിൻ്റെ വൃത്തം വസന്തതിലകം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു 100 ദിവ്യ സംവത്സരം മുഴുവനും തപസ്സനുഷ്ഠിച്ചിട്ട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികം തപശക്തിയും മനഃശക്തിയും ഒക്കെ നേടി അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ നാഭികബലം കൊണ്ട് തന്നെ ത്രൈലോക്യത്തെ വിഭക്തമായിട്ട് നിർമ്മിച്ചു. അതിനുശേഷം പ്രജാസൃഷ്ടി കാര്യത്തിൽ ഏർപ്പെട്ടു എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇനി അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തപോബലവും മതിബലവും ഒക്കെ വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിപ്രകാരമാണ് ഈ 10ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത്. വൈകുണ്ഠവർദ്ധിത ബലോദ ഭവൽപ്രസാദാത് അംബോജയോനി അസുജത് കില ജീവദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാനഭിദേവവേദാൻ. വൈകുണ്ഠ വർദ്ധിത ബലഃ അത ഭവത്പ്രസാദാത് അംബോജയോനി അസുജത് കില ജീവദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിഹി മനുഷ്യ നിവഹാൻ അഭി ദേവഭേദാൻ. വൈകുണ്ഠവർദ്ധിത ബലോദ ഭവത്പ്രസാദാത് അംബോജയോനി അസുജത് കില ജീവദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാൻ അഭി ദേവഭേദാൻ. ഹേ വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠമൂർത്തി, ഭവത് പ്രസാദാത് അങ്ങയുടെ അനുഗ്രഹത്താൽ വർദ്ധിത ബലഹ വീര്യം അധികമായവനായ അംബോജയോനിഹി ബ്രഹ്മാവ് അതാ പിന്നീട് ഭൂരുഹമയാണി മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാസ്നൂനി തഥാ സ്ഥാവരങ്ങളും അതുപോലെ തിരശ്ചാം ജാതിഹി പക്ഷിമൃഗാദി തിര്യജാതികളും മനുഷ്യ നിവഹാൻ മനുഷ്യവർഗങ്ങളും ദേവഭേദാൻ അഭി ദേവഭേദങ്ങളും അടങ്ങുന്ന ജീവദേഹാൻ ജീവശരീരങ്ങളെ അസുജത് കില സൃഷ്ടിച്ചു അത്രേ. അല്ലയോ വൈകുണ്ഠമൂർത്തി, അങ്ങയുടെ അനുഗ്രഹത്താൽ വീര്യം അധികമായവനായ ബ്രഹ്മാവ് പിന്നീട് മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാവരങ്ങളും അതുപോലെ പക്ഷിമൃഗാദി തിര്യജാതികളും മനുഷ്യവർഗങ്ങളും ദേവഭേദങ്ങളും അടങ്ങുന്ന ജീവശരീരങ്ങളെ സൃഷ്ടിച്ചു അത്രേ. ഈശ്വരൻ ചൈതന്യാംശമായ ജീവൻ നിത്യനാകയാൽ അതിന് ദേഹകൽപ്പന ചെയ്യുക എന്നതാണ് സൃഷ്ടി. ആ ദേഹമാകട്ടെ സ്ഥാവരം ജംഗമം. സ്ഥാവരം പറയുമ്പോൾ ഇളകാത്തത്, ജംഗമം പറയുമ്പോൾ ഇളകുന്ന. അങ്ങനെ ഭേദേന രണ്ടായിട്ട് വേർതിരിയുന്നു. ജംഗമങ്ങളിൽ പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ, മനുഷ്യർ, ദേവന്മാർ ഒക്കെ ഉൾപ്പെടും. അങ്ങനെ സൃഷ്ടിവർണ്ണനം കൊണ്ട് ശരീരമാകുന്ന ഉപാധി മാറ്റിവെച്ചാൽ എല്ലാ ജീവരാശിയും ഒന്നാണ് എന്നും ഈശ്വരമയമാണ് ജഗത്ത് എന്നും വിശദമാക്കിയിരിക്കുന്നു. വൈകുണ്ഠവർദ്ധിത ബലോദ ഭവത്പ്രസാദാത് അംബോജയോനി അസുജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാൻ അഭിദേവഭേദാൻ. വൈകുണ്ഠവർദ്ധിത ബലോദ ഭവത്പ്രസാദാത് അംബോജയോനി അസുജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാൻ അഭിദേവഭേദാൻ. വൈകുണ്ഠവർദ്ധിത ബലോദ ഭവത്പ്രസാദാത് അംബോജയോനി അസുജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാൻ അഭിദേവഭേദാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണീയം ശ്ലോകങ്ങൾ വായിക്കാൻ എല്ലാ ആൾക്കാർക്കും കിട്ടുന്നില്ല, കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പാരായണം ചെയ്യണത്. അപ്പം നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ആ ശ്ലോകം നോക്കിയിട്ട് പാരായണം ചെയ്യണ ആ ശബ്ദം കേട്ടിട്ട് നമ്മൾ കൂടെ ചെല്ലുക. അപ്പം നമുക്ക് അതിൻ്റെ എവിടെ മുറിക്കേണ്ടതെന്നും അക്ഷരങ്ങളൊക്കെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അവസാനം ചൊല്ലുന്നുണ്ട്, ആദ്യം 2 പ്രാവശ്യവും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോഴേക്ക് ശ്ലോകം ഏകദേശം വായിക്കാനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.